അതെ മേഡം, ഇവിടെ നല്ല ബാഗുകളുണ്ട്, നല്ല വിലക്കുറവുണ്ട്. അതെന്താടോ, തനിക്ക് എന്നെ കണ്ടിട്ട് വില ലാഭം നോക്കി വന്നതാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഇത്തിരി ജാട കൊച്ചമ്മയാണെന്ന് തോന്നുന്നത്. എന്തായാലും നമ്മുടെ ഷോപ്പിലേക്ക് വന്നതല്ലേ, നല്ല രീതിയിൽ നിൽക്കാം, അല്ലെങ്കിൽ അത് ഷോപ്പിനെ ബാധിക്കും. ഏയ്, ഈ മേഡത്തിന്റെ ഒരു കാര്യം, ഈ മേഡത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുവോ? അങ്ങനെ തോന്നാതിരുന്നാൽ നിനക്ക് കൊള്ളാം. മേഡത്തെ കണ്ടപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചു ഏതോ ഒരു കോടീശ്വരിയാണെന്ന്. ആന്റി, അയാൾ ചുമ്മാ കള്ളം പറയുന്നതാട്ടോ. അതെന്തുണ്ടോ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, അങ്ങനെ ആയിരുന്നെങ്കിലേ അയാൾ നമ്മളെ കണ്ടപ്പോ തന്നെ അങ്ങനെ പറയില്ലായിരുന്നല്ലോ. ആ, അത് ശരിയാ. അയാൾ ചുമ്മാ കച്ചവടം കിട്ടാൻ വേണ്ടി ചുമ്മാ ആന്റിയെ സന്തോഷിപ്പിക്കുന്നതാ ആയിരിക്കും. ഈ രണ്ടെണ്ണവും അത്ര ശരിയല്ലല്ലോ. ആ ആ സ്ത്രീയുടെ മക്കളല്ലേ, വിത്ത് ഗുണം 10. ഏയ് മേഡം മേഡം, ഞാനേ ഏതൊക്കെ നല്ല ബാഗുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതെന്ന് ആലോചിക്കുകയായിരുന്നു. അയ്യോടാ, നന്നായി സംസാരിക്കുന്ന മോള്, ഇപ്പൊ കാണിച്ചു തരാവേ. ഇതാ നോക്ക്, നല്ല ബാഗാണിത്, ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങിയതാ. നോക്കൂ മേഡം, ഇത്രയും നല്ല ബാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാ ഷോപ്പിൽ പോയാലുമുള്ള സ്ഥിരം പല്ലവിയാ. അവർക്ക് അവരുടെ കടയിൽ വിറ്റ് പോവാത്തതൊക്കെ ഒന്ന് വിറ്റഴിക്കണം. അതിനു വേണ്ടിയുള്ള ഒരേ ഡയലോഗ് കൊണ്ട് ഇറങ്ങിയിരിക്ക എല്ലാതും. അയ്യോ മേഡം, ഞങ്ങൾ അങ്ങനെയൊന്നും പറയാറില്ല. നിങ്ങൾക്ക് യോജിച്ചതേ ഞങ്ങൾ തരുള്ളൂ. എന്നാ നല്ലത് കാണിച്ചു കൊടുക്ക് എന്റെ മക്കൾക്ക്. ഇതാ മേഡം, ഇത് നോക്കൂ, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. എല്ലാം ഒന്നിനൊന്ന് മെച്ചാണെന്ന് നിങ്ങളല്ലല്ലോ പറയേണ്ടത്, കാണുന്ന ഞങ്ങളല്ലേ പറയേണ്ടത്. അല്ല മേഡം, ഞങ്ങളിവിടെ നല്ലത് മാത്രമേ കൊണ്ടുവന്ന് വെക്കാറുള്ളൂ. നീ ഇങ്ങനെ അധിക പ്രസംഗം പറയാതെ എന്റെ മക്കൾക്ക് പറ്റിയ ബാഗുകൾ ഇനി അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുന്നുണ്ടോ? എനിക്കാണെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന ആളുകളെ കാണുന്നതേ വെറുപ്പാ. സോറി മാം, ഞാൻ അങ്ങനെ ഒരുപാടൊന്നും സംസാരിക്കുന്ന ആളല്ല. പിന്നെ നിങ്ങളെ കണ്ടപ്പോ എന്തോ സംസാരിക്കണമെന്ന് തോന്നി, അതാ. ഇത് നോക്കൂ മേഡം, ഇത് അതിനേക്കാൾ നല്ലതാ. ഓ, ഇനി ഞാനെല്ലാം കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമായത് നിങ്ങൾ പറഞ്ഞോളൂ. ഇതാ, ഇത് പിടിച്ച മോളെ. ഉണ്ടല്ലോ, എത്രണ്ണം വേണം നിങ്ങൾക്ക്? ഇനിയും ഉണ്ട്. ഞങ്ങൾക്ക് ഒന്നുകൂടെ മതി. ഈ രണ്ട് ബാഗിനും എത്രയാ? ഇനി ബില്ല് ഇട്ടോളൂ. അതിനത്രയ്ക്ക് റേറ്റ് ഒന്നുമില്ല മാം, അതിനാകെ 2000 രൂപ ആയിട്ടേ ഉള്ളൂ. അല്ല മേഡം, അപ്പോ ആ കൊച്ചേതാ? അത് നിങ്ങളുടെ കൂടെ വന്നതല്ലേ, അവൾക്കും വേണ്ടേ ബാഗ്? നല്ല ഭംഗിയുണ്ടല്ലേ നമ്മുടെ ബാഗ് കാണാൻ. തന്നോട് ഈ രണ്ട് ബാഗിന്റെ ബില്ലിടാനല്ലേ പറഞ്ഞത്? പിന്നെ നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? അതല്ല മേഡം, കൊച്ചുങ്ങളല്ലേ, അതിന് സങ്കടാവില്ലേ, അതാ ഞാൻ ചോദിച്ചത്. അത് ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരി പെണ്ണാ. അയ്യോ, ഇത്രയും ചെറിയ കൊച്ചോ? എന്താ, ചെറിയ കൊച്ചുങ്ങൾക്ക് ജോലിക്കാരി ആയിക്കൂടെ? അല്ല മേഡം, ഇത്ര പോന്ന കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചാൽ അത് കഠിനമായ ശിക്ഷ ലഭിക്കും. അതൊന്നും നോക്കാൻ നിൽക്കണ്ട, ഞങ്ങളുടെ വീട്ടിലെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങോട്ട് നോക്ക്, ആ അങ്കിളിന് അവളോട് നല്ല സഹതാപം. ഞാനും കണ്ടു. മമ്മി അയാൾക്ക് നല്ല വയറ് നേരെ കൊടുത്തോളും, കാശണ്ടിത്തലയൻ. അതെ അതെ, ഒരു ഒന്നാം തരം കാശണ്ടിത്തലയൻ. മേഡം, എന്നോട് ദേഷ്യപ്പെടുവൊന്നും വേണ്ട, എന്റെ വീട്ടിലുണ്ട് ഈ പ്രായമുള്ള മക്കള്, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ആ കൊച്ചിന് വേണമെങ്കിൽ ഞാനും ഒന്ന് ബാഗ് ഫ്രീ ആയി കൊടുത്തേനെ. പക്ഷെ ഇത് എന്റെ ഷോപ്പല്ലല്ലോ, മുതലാളിയോട് ഞാൻ എന്തു പറയും? അതാ എന്റെ സങ്കടം. അപ്പൊ പിന്നെ അവളുടെ കാര്യം ഇതുവരെ ഞങ്ങൾക്ക്
നോക്കാൻ കഴിയുമെങ്കിലേ ഇനിയും നോക്കാൻ കഴിയും. നീ എന്നും നിന്റെ കഷണ്ടി തല ആവശ്യമില്ലാത്ത കാര്യത്തിന് ഉപയോഗിച്ച് വെറുതെ തല പുണ്ണാക്കാൻ നിൽക്കണ്ട. ഉള്ള കളിമണ്ണ് പോലെ ഒലിച്ചു പോകും. അങ്കിളെ നന്നായി ചമ്മിപ്പോയല്ലേ? വന്നേക്കുന്നു വേലക്കാരിയുടെ കുട്ടിയുടെ ക്ഷേമാന്വേഷണത്തിന്. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടല്ലേ കൊടകളുടെ. ഹായ് പുള്ളിക്കൊട ഉണ്ടോന്നോ? നമ്മള് കഴിഞ്ഞ തവണയും ഇവിടെ വന്നിട്ടല്ലേ വാങ്ങിയത്. ഉമ്മച്ചിയെ ഈ കടയിന്ന് വാങ്ങണ്ട ഉമ്മച്ചിയെ, നമുക്ക് വേറെ കടയ്ക്ക് പോകാം. എന്തിനാ സുൽഫിക്കർ ഇനി വേറൊരു കട? ഇവിടെ തന്നെ ഇഷ്ടംപോലെ കൊടകളുണ്ടല്ലോ. ഇനിയിപ്പോ വേറൊരു കടയ്ക്ക് കയറി ഇറങ്ങണമെങ്കിൽ ഇന്നെ കൊണ്ടൊന്നും ആവൂല. കല്ലൂനും വേണം കൊട. അത് പിന്നെ അറിയാലോ, എല്ലാവർക്കും കൂടെ വാങ്ങുമ്പോ നിനക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ നീ വീടൊക്കെ പൊളിച്ചിടുവന്ന്. പച്ച കൊട മതി. പച്ചയോ മഞ്ഞയോ എന്ത് വേണേലും വാങ്ങിത്തരാലോ കല്ലൂണി. എന്തപ്പോ ഈ ബാലാലുടുത്ത ചെറുക്കൻ ഇങ്ങനെ മോന്തി നീക്കി കെട്ടിക്കൊണ്ട് നിക്കണത്? ഇമ്മ ഓൻ പറയണത് ഈ കാണുന്ന കൊടകളൊക്കെ പെൺകുട്ടികളെ കൊടയാണെന്നാണ്. ഓന്റെ കൊട ഇവിടെ ഇല്ലാന്ന് ഓൻ പറയണത്. ഓൻക്ക് വല്ല ടൗസർ ഇട്ടുകൊണ്ട് നിൽക്കാൻ ചെക്കന്മാര് മാണ്ടേരില്ല കൊടയുടെ മുകളില്. പിന്നെ ഞാൻ പറയണത് അപ്പൊ കുറ്റം? ഇത് കണ്ടിട്ടില്ലേ അങ്ങനെ ഈ മനുഷ്യനെ വെറും ടൗസർ ഇട്ടുകൊണ്ട്? ഇമ്മ അതിന് സ്പൈഡർമാൻ എന്ന് പറയാ. അതിനത് പാന്റ് ഇട്ടുക്കണല്ലോ. ഇട്ടിട്ട് എന്താ കാര്യം? അതിന്റെ മുകളിലല്ലേ ടൗസർ ഇട്ടിക്കണത്. പക്ഷേ കൊലുസിട്ടിത്ര തിരുത്താൻ നിക്കല്ലേ. അതല്ലേ രമി, കുട്ടികൾക്ക് ഒരു തൊഴിലും കൊടുക്കൂലേ. എപ്പോഴും അങ്ങനെ പെരുപെരേന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഉമ്മ. അപ്പൊ കുട്ടികൾക്ക് ദേഷ്യം വരികയാണേ. എന്താ ഓളെ തൊണ്ടാനക്ക് അത്ര ശരിയല്ലല്ലോ. അതെ, സുൽഫിക്കറിന് ഒരു കൊട ഇഷ്ടപ്പെടുന്നില്ലാന്ന് ജമീല പറയായിരുന്നു എന്നോട്. എനിക്കൊന്നും അറിയില്ലെന്നൊന്നും വിചാരിച്ചേ. ചാവട് ഇത്തിരി പതുക്കേന്നുള്ളൂ. കണ്ണ് നല്ലോണം കാണാം. പാറു, നീ കുറെ നേരമായല്ലോ ആ കൊട തന്നെ നോക്കി നിൽക്കുന്നു. നോക്ക്, എന്നിട്ട് ഇഷ്ടായത് ഏതാ എടുക്ക്. കല്ലൂന് വേണം. അമ്മ എനിക്ക് റെഡ് കളർ മതി. കല്ലൂന് റെഡ്. അപ്പൊ ഇത്ര നേരം പച്ച മതി എന്നല്ലേ പറഞ്ഞത്? അമ്മ എനിക്ക് ആ ബ്ലൂ മതി. ആയിക്കോട്ടെ, ഏതാ വേണ്ടെന്ന് വെച്ചാലേ തെരഞ്ഞെടുക്ക്. വെറുതെ നോക്കിയാൽ മാത്രം പോരാ, തിരിച്ചു മറിച്ചു നോക്കണം നല്ല കേടുപാടം ഉണ്ടോന്ന്. അതെ അതെ, പിന്നെ വീട്ടിൽ പോയിട്ട് നോക്കിയാലൊന്നും ശരിയാവത്തില്ല. പിന്നെ അവര് പറയും നമ്മൾ കൊണ്ടുപോയി കേട്